ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പ്ലാവിലപ്പം ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ കുറച്ച് പ്ലാവിലേക്ക് എടുത്ത് വന്നിട്ടുണ്ട്. ഈ പ്ലാവിൽ നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പത്തിരിപ്പൊടി ഞാൻ ഒരു ബൗളിൽ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി വേണ്ട അരമുറി തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരാണി ശർക്കര നല്ലോണം ചിരകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പ്ലാവിലെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്ലാവിലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈർക്കിലൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങേൻ്റെ അകത്തേക്ക് ശർക്കര ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ചെറിയ ജീരകോട്ട് നല്ലോണം ഒന്ന് കട്ട പിടിക്കാതെ നമുക്ക് നല്ലോണം ലൂസിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമുക്ക് പ്രധാനമായിട്ട് കുമ്പിൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ നല്ല ഭാഗം ഇലേൻ്റെ ഉള്ളോട്ട് മടക്കിയിട്ട് കുമ്പിൾ ഉണ്ടാക്കിയെടുക്കാം. ഈ കുമ്പിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളോട്ട് മടക്കുമ്പോൾ അതിൽ ഹോൾ ഉണ്ടായിരിക്കണം, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആവി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5-6 കുമ്പിൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് നമുക്ക് ഈർക്കിലോണ്ടൊന്ന് പിൻ ചെയ്തൊന്ന് കുത്തി കൊടുക്കാം. ഇല പൊട്ടാത്ത രീതിയിൽ, കീറി പോകാത്ത രീതിയിൽ മെല്ലെ ഒന്ന് ഈർക്കിൽ വെച്ചിട്ട് നമുക്ക് കുത്തി കൊടുത്താൽ മതി. ഏകദേശം കുമ്പിളൊക്കെ സെറ്റായിട്ടുണ്ട്. ഒരു കുമ്പിളിലേക്ക് ആവശ്യത്തിനുള്ള പത്തിരിപ്പൊടി എടുത്തിട്ട് നമുക്ക് കുമ്പിളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഒരു കുഴി പോലെ ആക്കിയെടുക്കണം. ഏകദേശം തീന് വെക്കുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് ഉള്ളിലുണ്ടായിരിക്കണം. ഏകദേശം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തേയില അതിലേക്ക് വെച്ചൊന്ന് ഫില്ല് ചെയ്യാം. തീന ഏകദേശം ഫില്ലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പത്തിരിപ്പൊടി കുഴച്ചെടുത്തിട്ട് നമുക്ക് മുകൾ ഭാഗം ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്തതൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലത്തെ തീന് പുറത്ത് വരാത്ത രീതിയിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം കുമ്പിളൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൽ വേവിച്ചാൽ മതി. 10-15 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് വരും. ഏകദേശം കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലാവിലപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.